Then another harsh steps towards the Germany, that was the Allies power. They were demilitarized Germany, and they also demanded that the Germany was responsible for the war, and the war compensation has to be paid. At least it was 6 billion. And the Allied armies also occupied the resource rich place of Germany, that is Rhineland, for much of 1920s. That's why all the Germans, they were held at Weimar Republic, and they were aware, or they were com- meet met at Weimar Republic to the defeat in the war, but also they disgrace at the true harsh treaty of Versailles. അതായത് വേഴ്സാലിസ് ട്രീറ്റി വന്നതോടുകൂടി പിന്നുള്ളത് അതിലെ ബാക്കിയുള്ള സ്റ്റെപ്സ് ജർമ്മനീനെ കംപ്ലീറ്റ് ആയിട്ട് ഡീമിലിറ്ററൈസ്ഡ്. ദിസ് ഓൾ ദ മിലിറ്ററി ഫോഴ്സസ് ദാറ്റ് ഓൾ ആർ ടേക്കൺ എവേ ബൈ ദ അലൈസ് പവർ. And whatever the loss had happened, lot of loss of money was in the First World War. So the huge compensation that have to be paid by Germany. As in the case of Allies power, അവർക്ക് നഷ്ടമുണ്ടായിട്ടുണ്ടെങ്കിൽ അവരുടെ നഷ്ടം കൂടെ ജർമ്മനി വഹിക്കേണ്ട അവസ്ഥ വന്നു. ഏകദേശം $6 million ആയിരുന്നു നഷ്ടം. അതൊക്കെ ഇവർ കോമ്പൻസേഷനായിട്ട് നൽകുക. എല്ലാത്തിനും കാരണമായ നാശനഷ്ടങ്ങളുണ്ടാകും, പലതും നഷ്ടപ്പെടണം. അതിനൊക്കെ ഒരു ഹ്യൂജ് എമൗണ്ട് കോമ്പൻസേഷൻ ജർമ്മനി ഹാഡ് ടു പേ ദിസ് അലൈസ് പവർ. ആൻഡ് മിലിറ്ററി ഓൾ ദ മിലിറ്ററി പവർ ദേ ഓൾ ഡീമിലിറ്ററൈസ്ഡ്, മീൻസ് എല്ലാ മിലിറ്ററി പവറും എടുത്തു കളഞ്ഞു, ഒഴിവാക്കി. ജർമ്മനിനെ കംപ്ലീറ്റ് നിരായുധീകരിക്കുക, മീൻസ് കംപ്ലീറ്റ് ഒരു പവറും ഇല്ലാതെ ജർമ്മനിനെ വെറുതെ ഒരു രാജ്യത്തിനെ സംബന്ധിച്ചിട്ട് അവർക്ക് മിലിറ്ററി പവർ ഉണ്ടാവും, എല്ലാ സ്ട്രെങ്ത്തും ഉണ്ടാവും, റിസോഴ്സ് സ്ട്രെങ്ത് ഉണ്ടാവും. വാട്ട് എവർ ഇറ്റ് ഹാഡ് ടു ദ ജർമ്മനി, ഓൾ ആർ ടേക്കൺ എവേ ബൈ ദീസ് പവേഴ്സ്. അതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട റിച്ച് റിസോഴ്സ് റൈൻലാൻഡ് എന്ന് പറഞ്ഞത്, അത് കംപ്ലീറ്റ് ആയിട്ട് ഈ അലൈസ് പവറിൻ്റെ അണ്ടർലൈൻ. ദെൻ ദാറ്റ്സ് വൈ ദിസ് ട്രീറ്റി, വേഴ്സാലിസ് ട്രീറ്റി, ഹ്യൂമിലിയേറ്റിംഗ്, ഒരു ഹാർഷ് ട്രീറ്റി ആയിട്ടാണ് ഫസ്റ്റ് വേൾഡ് വാറിൻ്റെ സമയത്ത് കണക്കാക്കുന്നത്. അതായത് ഒന്നാം ലോക മഹായുദ്ധത്തിൽ ജർമ്മനി പങ്കെടുത്തപ്പം ജർമ്മനിക്കായിരുന്നു ഏറ്റവും നഷ്ടം സംഭവിച്ച ഒരു രാജ്യം ജർമ്മനിക്കാണ്. അതായത് കംപ്ലീറ്റ് ആയിട്ട് അലൈസ് പവർ അവരുടെ എല്ലാ റിസോഴ്സസും മിലിറ്ററി വാട്ടെവർ അവർ എത്ര രാജ്യങ്ങളുണ്ട് അതിനൊക്കെ സ്മോളായിട്ട് ഫ്രാഗ്മെൻറ്റഡ് ആക്കി എടുത്തു കളഞ്ഞു. ആ ഒരു ട്രീറ്റി, വേഴ്സാലിസ് എന്ന് പറഞ്ഞ ട്രീറ്റി ഏറ്റവും കൂടുതൽ ഹ്യൂമിലിയേഷൻ ജർമ്മനിക്ക് ഉണ്ടാക്കിയൊരു ട്രീറ്റിയാണ്. So this is the important question. The next theme, that is the effects of the war not after the war, during the time period of the war, what all things was happened, or what are the effects of war or resulted. And the war had devastating impact on financial and entire continent in the way of financial and in psychological. And that means from continent, the European countries, they were usually the creditors that become turned into the debtors. And unfortunately, the Weimar Republic, that's infant Weimar Republic, it was take all the responsibility of whatever the mistakes that were had did by the earlier government. And this infant Weimar Republic, they had to forcefully pay the compensation of the war guilt. And some of the people, they were supported the Weimar Republic, they are Catholics, Democrats and Socialists. And these people, they were openly attacked, or they have the chance of attack by the nationalist, conservative nationalist. And these people, that means the Catholics and the Democrats and the socialist people, they were called as November criminals, and publicly they were mocked as November criminals. അതായത് വെയ്മർ റിപ്പബ്ലിക്കായി വെയ്മർ റിപ്പബ്ലിക് രൂപീകരിച്ചതിന് ശേഷം എല്ലാ വാർ ഗിൽറ്റും, അതായത് വാറിൻ്റെ കോമ്പൻസേഷൻ എല്ലാം വെയ്മർ റിപ്പബ്ലിക് പേ ചെയ്യേണ്ട ഒരു അവസ്ഥ വന്നു.
അതായത് ഏർലിയർ ഗവൺമെൻറ്, ഏർലിയർ മൊണാർക്ക് ഹാവ് റെസ്പോൺസിബിലിറ്റി ഓഫ് വാർ കോമ്പൻസേഷൻ ഓൾ തിങ്സ്. മുമ്പ് ഭരിച്ചിരുന്ന ഭരണാധികാരി അല്ലെങ്കിൽ മുമ്പുള്ള ഭരണത്തിൻ്റെ ഭരണം കൊണ്ടാണ് വാറിൽ പങ്കെടുത്തതും എല്ലാ നഷ്ടങ്ങളും ഉണ്ടായതൊക്കെ. പക്ഷേ പുതുതായി വന്ന ഇൻഫൻറ്റ് മീൻസ് സ്മോൾ, പുതുതായി ന്യൂ ഫോം ചെയ്ത വെയ്മർ റിപ്പബ്ലിക്ക് എല്ലാ ബാധ്യതകളും വാറുമായി ബന്ധപ്പെട്ട എല്ലാ കോമ്പൻസേഷനും അവർ ഫോഴ്സ്ഫുള്ളി പേ ചെയ്യേണ്ട ഒരു സിറ്റുവേഷൻ വന്നു. വെയ്മർ റിപ്പബ്ലിക്കിനെ സപ്പോർട്ട് ചെയ്യുന്ന ആളുകളായിരുന്നു കാത്തലിക്സ് ആൻഡ് സോഷ്യലിസ്റ്റ് ആൻഡ് ഡെമോക്രാറ്റ്സ്. ദീസ് പീപ്പിൾ ദേ വർ എ ചാൻസ് ഓഫ് അറ്റാക്ക് ബൈ ദ കൺസർവേറ്റീവ് നാഷണലിസ്റ്റ്. അതായത് കൺസർവേറ്റീവ് നാഷണലിസ്റ്റ് എപ്പോഴും അവരെ അറ്റാക്ക് ചെയ്യാൻ ശ്രമം ഉണ്ടായിരുന്നു ഈ വെയ്മർ റിപ്പബ്ലിക്കിനെ സപ്പോർട്ട് ചെയ്ത ആളുകൾ. ആൻഡ് ദാറ്റ്സ് വൈ ദേ വർ പബ്ലിക്ലി മോക്കിംഗ്, അവരെ കളിയാക്കി വിളിച്ചിരുന്നത് നവംബർ ക്രിമിനൽസ് എന്ന്.